വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്കൂൾ വെക്കേഷൻ ടൈമിൽ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് ആർട്ട് ഡെക്കോർസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ഇതൊക്കെ ഞാൻ റീസൈക്കിൾഡ് സാധനം വെച്ചാണ് ഉണ്ടാക്കിയത്. ഇതൊക്കെ അധികം കാർഡ്ബോർഡ്, തെർമോക്കോള്, പ്ലാസ്റ്റിക് അതൊക്കെയാണ്. ഈ ഫ്ലവർ വേസ് മെറി പോയിന്റ് നമ്മുടെ ഐസ്ക്രീം കപ്പില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ, അത് വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ. പിന്നെ ഇത് ഞാൻ കാർഡ്ബോർഡ് വെച്ച് ഉണ്ടാക്കിയ ഒരു ചെറിയൊരു കുഞ്ഞ് ഫ്രെയിം. ഇതൊക്കെ പുറത്ത് കാണാൻ പറ്റും നമുക്ക്. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു സ്വീറ്റ് ഹോം ഡെക്കോറാണ് കേട്ടോ, വീട്ടിൽ തൂക്കാൻ വേണ്ടി. ഇതൊരു ഫ്ലവർ വേസ്. പിന്നെ ഇത് അമ്മമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു ഗിഫ്റ്റാണ്, ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ കിച്ചണിൽ തൂക്കാൻ. ഇത് ഒരു പെൻസിൽ സ്റ്റാൻഡ്, ഇത് പെൻസിൽ സ്റ്റാൻഡ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ഇത് ഡെക്കോറാണ്, എനിക്കറിയില്ല എൻ്റെ പേര്. പിന്നെ ഇതൊരു പെൻസിൽ സ്റ്റാൻഡാണ് കേട്ടോ. ഇത് ഞാൻ ഇതെൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത കവറിൻ്റെ ഡിസൈനാണ് കേട്ടോ. ഇതും എൻ്റെ അമ്മമ്മയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. ഇത് ട്രാൻസ്പെറൻറ്റ് കവറായതുകൊണ്ട് ഉള്ളിൽ പേപ്പർ കളർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ ഇത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഗാലക്സി ടാബ് ആണെന്ന്. നോ, ഇത് നമ്മുടെ സ്ലേറ്റ് പോലത്തെ ഒരു സാധനമാണ്. നമ്മൾ അതിൻ്റെ തീർക്കിൽ വെച്ച് വലിയ ഷാർപ്പ് സാധനം വെച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കളർ. ഇത് കൃഷ്ണൻ്റെ സാധനമാണ്, കൃഷ്ണന് വേണ്ടി ഉണ്ടാക്കിയതാണ് തെർമോക്കോൾ വെച്ചിട്ട്. പിന്നെ ഇത് എനിക്ക് വേണ്ടി സ്വയം ഉണ്ടാക്കിയൊരു സാധനമാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഒരു സാധാ ഡയറി എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എങ്ങനെയുണ്ട്? പിന്നെ ബാക്കിലുണ്ട് കേട്ടോ, ചിലതിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഒരു ഡയറി ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇതാണ് എനിക്ക് ഞാൻ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്രാഫ്റ്റ്. കാരണം ഇതെൻ്റെ വല്യച്ചാച്ചനും വല്യമ്മയാണ്. അമ്മമ്മ പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ, അമ്മമ്മയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ്. പിന്നെ ഇത് പറയാൻ മറന്നുപോയി, ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചൊരു കാര്യം ചെയ്തപ്പോൾ എൻ്റെ കൈ പൊള്ളിയതാണ് ഗൈസ്. ബൈ.